ശ്രീ CR നീലകണ്ഠൻ, ഗവർണർമാരുമായി ബന്ധപ്പെട്ട് CPM എടുക്കുന്ന നിലപാട് മാതൃകാപരമാണ് എന്നൊരു അഭിപ്രായം താങ്കളും പങ്കുവെക്കുന്നുണ്ടോ? ലാവ്ലിൻ വിഷയത്തിൽ CPMന്റെ ഏറ്റവും കരുത്തനായ നേതാവായ പിണറായി വിജയനെതിരെ പ്രോസിക്യൂഷൻ അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ AG പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. പക്ഷേ ഗവർണർ അതിന് വിരുദ്ധമായി സ്വകാര്യമായി തന്നെ നിയമോപദേശം തേടുകയും പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകാമെന്ന് ഉത്തരവിടുകയും ചെയ്തു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പിണറായിക്ക് പറ്റാത്ത രീതിയിൽ ആ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അപ്പോഴും ഗവർണർ ചെയ്ത് ശരിയായില്ല എന്നൊരു അഭിപ്രായം മാത്രമാണ് CPMന്റെ ഭാഗത്ത് വന്നത്. അത് വളരെ മാന്യമായ നിലപാടല്ലേ? അല്ല, ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. അതിൽ കാരണം പിണറായി വിജയൻ്റെ കേസിൽ മാത്രമല്ല, ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഭരണഘടനയുടെ അന്തസ്സത്ത നിരക്കുന്ന തരത്തിൽ ഗവർണർ സ്വീകരിക്കണം. ഇപ്പോൾ ലാവ്ലിൻ കേസിൽ ഒരു നേതാവിനെതിരെ ആരോപണം വന്നാൽ അത് അന്വേഷിക്കുകയേ വേണ്ട, അത് തടയാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്ന രൂപത്തിൽ വന്നാൽ അഴിമതി അന്വേഷിക്കണം. അത് പിണറായി വിജയനല്ല, ആരുടെ പേരിലായാലും അന്വേഷിക്കണം എന്ന് പറയാൻ ഭരണഘടനാ ബാധ്യതയുണ്ട് ഗവർണർക്ക്. നേരത്തെ പറഞ്ഞു തടവുകാരുടെ കേസിൽ. പക്ഷേ ഗവർണർ വിവേചനാധികാരം തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെ നമുക്ക് എതിർക്കുകയും വേണം. ഇപ്പോൾ നേരത്തെ ഉത്തരാഖണ്ഡിലെയോ ഡൽഹിയിലെയോ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അത് കോടതിയിലാണ്. ഇപ്പോൾ ഡൽഹിയിലെ കാര്യം ഭരണഘടനാ ബെഞ്ചിലാണ്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഭരണഘടനയ്ക്ക് നിരക്കുന്ന തരത്തിലാണോ നീതിക്ക് നിരക്കുന്ന തരത്തിലാണോ ഗവർണർ ഉള്ളത് എന്ന ചോദ്യമുണ്ട്. ഞാൻ ഈ ഗവർണറെ ആദ്യം കാണാൻ പോയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട അതിലൊരുപാട് വൈകി. അത് പറയാനാണ് RTI ഇന്ത്യയുടെ നിയമമാണ്. അദ്ദേഹം അത് കേട്ടു. അദ്ദേഹം പറഞ്ഞു ഉടനെ നിയമിക്കാൻ ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം കാണാൻ പോയപ്പോഴും അദ്ദേഹം പറഞ്ഞത് എൻ്റെ നിയമത്തിന് പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ ചെയ്യും. മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ ഗവർണർ ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെ പറയുന്നില്ല. ഗവർണർ, പ്രത്യേകിച്ച് ഇദ്ദേഹം നിയമം അദ്ദേഹം വളരെ കൃത്യമായി നോക്കുന്ന ആളാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിയമത്തിൻ്റെ അപ്പുറത്ത് അദ്ദേഹം പോയില്ല. ഒരു ജഡ്ജിയുടെ ഇതാണ്. തീർച്ചയായും ഇപ്പം നേരത്തെ സ്മൃതി പറഞ്ഞു, അദ്ദേഹത്തിന് പരാതി കിട്ടിയാൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിക്കും, ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കും, മറ്റേ ആളുകളോട് ചോദിക്കും. ഇതിനു മുമ്പ് ചെങ്ങറ സമരക്കാലത്ത് ഇതുപോലെ ഞാൻ പോയതാണ്. അന്ന് ചോദിച്ചിട്ട് അന്നത്തെ ഗവർണർ ചോദിച്ചിട്ട് അവർക്ക് ഭക്ഷണം എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അന്ന് ചെയ്ത എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗവർണർക്ക് അങ്ങനെ വിവേചനാധികാരമുണ്ട്. പക്ഷേ ആ വിവേചനാധികാരം നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നാവണം. അത് രാഷ്ട്രീയമായി വിമർശിക്കുന്ന ഒരാൾ വിമർശിക്കാം. ഈ സദാശിവത്തിനെ പറ്റി എനിക്കുണ്ടായിരുന്ന ഏക ഭയം, ഇത്ര ഉന്നതമായിരുന്ന ഒരാൾ ഇവിടുത്തെ ഈ രാഷ്ട്രീയ തർക്കം. ഇപ്പം നേരത്തെ ഇപ്പം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, ഇതുപോലെ തന്നെ സഖാവ് കൊടിയേരി വരമ്പത്ത് കൂലി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എതിർത്താളാണ്. കാരണം അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത് നിയമത്തിൻ്റെ ലംഘനമാണ്. വരമ്പത്ത് കൂലി കൊടുക്കാൻ ഒന്നുള്ളതല്ലല്ലോ കൊലപാതകം. ഇത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ സ്ഥിരമായി ആവേശം വരുമ്പോൾ പലതും പറയും, എന്നിട്ട് പിന്നെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇങ്ങനെ ബിജെപിയുടെ ഭീഷണി അല്ലെങ്കിൽ ബിജെപിയുടെ ഇത്തരം പ്രതികരണങ്ങൾ കേന്ദ്രത്തെ ഇടപെടിക്കാനുള്ള ശ്രമം, ഇതിനൊക്കെ വിശാലമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് CPM കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി നടപ്പാക്കേണ്ടത് കണ്ണൂരിൽ സമാധാനം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്, മുഖ്യമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശം എന്ന നിലയ്ക്ക് കണ്ണൂരിൽ പിണറായി വിജയന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ശ്രീ KN ബാലഗോപാൽ, അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. കാരണം ഇപ്പോൾ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചും ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കുന്നു. അതിനകത്ത് പ്രതികളെ കണ്ടെത്തി പ്രതികളെ പിടിക്കുന്ന പ്രോസസ്സ് നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ അതിനകത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നല്ലാതെ ശ്രീ KN ബാലഗോപാൽ, ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ MP രാജേഷ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നത് പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് കൃത്യമായി ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. അവിടെ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ പാർട്ടിയിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്ന നിലയിലേക്ക് നിങ്ങൾ നിലപാട് മാറ്റേണ്ടി വന്നിരിക്കുന്നു. ഇതാണ് വേണ്ടത്. കൃത്യമായി ഇവരാണ്, പാർട്ടിയിലെ അംഗങ്ങളാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ആദ്യഘട്ടത്തിലെ പറഞ്ഞെങ്കിൽ ഈ വിഷയം അവിടെ തീരുകയാണ്. അതാണ് BJPയിൽ നിന്നും CPMൽ നിന്നും കണ്ണൂരിൽ പ്രതീക്ഷിക്കുന്നത്. ശ്രീ KN ബാലഗോപാൽ, അതിനകത്ത് CPM അങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം CPMന് അങ്ങനെ രാഷ്ട്രീയമായി ഇങ്ങനൊരു കാര്യത്തിൽ പോകുന്നതിനോട് യോജിപ്പില്ല. ആരെങ്കിലും ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണല്ലോ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ
പലതരത്തിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അഭിപ്രായം. അതുകൊണ്ട് അതിനകത്ത് CPM-ന് ബന്ധമില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ആ കേസിനകത്ത് കാര്യങ്ങൾ അന്വേഷിച്ച് കുറച്ചുപേരെ കണ്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അവർക്ക് CPM ബന്ധമുണ്ടായെന്നും വിവരങ്ങളുണ്ട്. അവർക്ക് CPM ബന്ധങ്ങളുണ്ട്, CPM പ്രവർത്തകനാണ് എന്നുള്ള വിവരങ്ങളുമുണ്ട്. ആ വിവരങ്ങൾ അങ്ങനെ വരട്ടെ. ഇപ്പം ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാരുള്ള അനുഭാവികളുടെ പ്രസ്ഥാനമാണ്. ഏതെങ്കിലും ആളുകൾ വഴിതെറ്റി ഇത്തരം ഒരു സംഭവത്തിനകത്ത് ചെന്ന് അങ്ങനെ വഴിതെറ്റി നേതാക്കളൊന്നും അറിയാതെ നടക്കുന്ന കാര്യമൊന്നുമില്ല. കണ്ണിൽ കെ എൻ ബാലഗോപാൽ കേൾക്കുന്നവർ ചിരിക്കും. ദയവായി അത്തരം വാദങ്ങൾ പറയാതിരിക്കുക. ശ്രമിക്കുക. നേരത്തെ തന്നെ ആയാലും ഞങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകർ എന്നല്ലേ ഞങ്ങൾക്കൊക്കെ അറിയാം. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ പാർട്ടിയുടെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടാകാനുള്ളൊരു പശ്ചാത്തലം ഇല്ലാത്തൊരു സ്ഥിതിയിൽ പാർട്ടിക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടായിരിക്കും. 100% ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അക്കാര്യത്തിനകത്ത് ഗവൺമെന്റ് പ്രതിനിധികളും പാർട്ടി നേതാക്കന്മാരും സമീപനം എടുത്തിട്ടുള്ളത്. ഗവർണർ റിപ്പോർട്ട് ചെയ്ത് 356 പ്രയോഗിക്കണമെന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഒരു ആവശ്യം. 15 വർഷം മുമ്പ് ഗുജറാത്തിലും ഇപ്പോൾ UP-യിലും പശുവിന്റെ പേരിൽ പലരെയും കൊന്നൊടുക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ പ്രയോഗിച്ചു എന്നുള്ള ചോദ്യം ഉയരുന്നില്ലേ? ഒന്ന്, ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കണം എന്ന് BJP അഭിപ്രായപ്പെട്ടില്ല. ഞങ്ങൾ പറയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്ങനെ പറയുന്നത്? ഇന്നലെ ഗവർണർക്ക് ഞങ്ങൾ കൊടുത്ത പരാതി മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ആ പരാതി സ്മൃതിയുടെ മേശപ്പുറത്തുണ്ടാവുമല്ലോ. ആ പരാതിയിൽ 356 വകുപ്പ് പ്രയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ അസ്വസ്ഥ ബാധിത പ്രദേശങ്ങളുണ്ട്, സംഘർഷം നടക്കുന്ന, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത കൊലപാതകങ്ങളും സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമുണ്ട്. അവിടേക്ക് ആർക്കും പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രദേശങ്ങൾ അസ്വസ്ഥ ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കണം. അതൊരു പുതിയ സംഭവമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില ബൂത്തുകൾ അസ്വസ്ഥ ബാധിത ബൂത്തുകളായി പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അത് ഭരണഘടനാപരമാണ്, നിയമപരമാണ്. ആ നിയമത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഗവർണർ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഗവർണർ സ്വീകരിച്ച നിലപാടുകളുള്ള പ്രതിഷേധം ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ച സംഭവങ്ങൾ CPM-ൽ പങ്കില്ല. ഞാൻ ബാലഗോപാൽ ചോദിക്കട്ടെ, എന്നെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം. അണ്ടല്ലൂർ സന്തോഷ് കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി എന്താ പറഞ്ഞത്? അത് കുടുംബ വഴക്കാണ് എന്നല്ലേ പറഞ്ഞത്? അതിനുശേഷം ആ വീട്ടിൽ പോയി സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് CPM നേതാക്കന്മാർ, BJP നേതാക്കന്മാർ ആ വീട്ടിൽ പോയി. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയോട് മുഖാമുഖം ചോദിച്ചു സന്തോഷിന്റെ ഭാര്യ, നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുക? ഓരോ ആളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിച്ചു, ഇവരൊക്കെ നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രസ്താവന ഇറക്കുക? ഇതാണ് നിങ്ങളുടെ നിലപാട്. നിങ്ങൾ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും. മാത്രമല്ല, ബാലഗോപാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമാധാന യോഗത്തിന് ശേഷം ഞങ്ങൾ നിരവധി സംഭവങ്ങൾ, ഈ സമാധാന കമ്മിറ്റി യോഗത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്നുള്ള നിലക്ക് ഞങ്ങൾ മുഖ്യമന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുന്നു. ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇപ്പോഴും ഭീഷണിയിലാണ്. വിചാരിക്കും പോലല്ല. ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാർ പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ CPM എന്ന് വ്യത്യാസമില്ല, BJP എന്ന് വ്യത്യാസമില്ല. നിങ്ങളുടെ പ്രവർത്തകർ ഫേസ്ബുക്കിലൂടെ സംഭവം ചൂണ്ടിക്കാണിക്ക്. കണ്ണൂർ ജില്ലയിൽ BJP RSS പ്രവർത്തകന്മാർ വാഹനങ്ങൾ അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താണ്. ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാരോട് സമ്മതിക്കില്ല? ദിവസവും പ്രകോപനം പറയുന്ന ആരാണ്? പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് BJP RSS ആണ് കേരളത്തിലും ഇന്ത്യയിലാകെ. അത് നിങ്ങളുടെ നേതാക്കന്മാർ ഒട്ടും കുറവില്ല. ഞങ്ങൾ ഏതായാലും ആളുകളെ എണ്ണം പറഞ്ഞ് കൊല്ലുന്ന ആളെ മന്ത്രിയൊന്നും ആക്കിയിട്ടില്ല. 1, 2, 3 എന്ന് പറഞ്ഞ് കൊല്ലുന്ന ആളെ മന്ത്രിയൊന്നും BJP ആക്കിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ തന്നെ ആക്കിയത്. എന്റെ ചോദ്യം, കുറേയേറെ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ്. എന്ത് വ്യത്യാസം? 2017 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പട്ടികയിൽ കേരളം 1ാമതാണ്. ശ്രീ ടി രമേശ് ഇതിനിടയ്ക്ക് പറഞ്ഞു പോവുകയാണ്, കേരളം മൊത്തം ക്രമസമാധാന പ്രശ്നമാണോ? അതിനിടയ്ക്ക് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. 2017 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പട്ടികയിൽ കേരളം 1ാമത്, അതായത് രാജ്യത്ത് 1ാമത്. സാമൂഹ്യ വികസനത്തിൽ, വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ, ആരോഗ്യ വികസനത്തിൽ, സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയിലും കേരളം 1ാമത്. ഇതൊന്നും ഒരു വർഷം കൊണ്ടുണ്ടായല്ലോ, കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടാകും. 2017 ശ്രീ ടി രമേശ് കേരളം ഏതെങ്കിലും ഒരു കാര്യത്തിൽ 1ാമതെത്തിയാൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിലെന്താ കുഴപ്പം? അക്കാര്യത്തിൽ യോജിക്കുന്നു. കേരളം എല്ലാ രംഗത്തും 1ാമതെത്തണം എന്ന അഭിപ്രായമല്ലേ എല്ലാവർക്കും ഉള്ളത്? എല്ലാവർക്കും അഭിപ്രായമുള്ളത്. നമ്മൾ ജീവിക്കുന്ന നാട് പിന്നോട്ട് പോകണം നമുക്ക് ആർക്കും ആഗ്രഹമുണ്ടോ? എനിക്കേതായാലും ആഗ്രഹമില്ല. CPM-ന് അങ്ങനെ ആഗ്രഹമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ,
ഇതിപ്പോൾ ഈ വിഷയം ഇതിങ്ങനെ അവസാനിക്കുമെന്നാണോ കരുതേണ്ടത്? ഗവർണറെ മാറ്റുക എന്നൊരു അജണ്ട ബി.ജെ.പിക്ക് ഇല്ല എന്ന് വ്യക്തമായി തന്നെ ശ്രീ എം ടി രമേശ് പറഞ്ഞിരിക്കുകയാണ്. അല്ല, ഗവർണറെ മാറ്റണമെന്ന് ഒരു അജണ്ട ബി.ജെ.പിക്ക് ഉണ്ടെങ്കിൽ ആ അജണ്ട പ്രാവർത്തികമാക്കേണ്ടെന്ന ഇല്ലെങ്കിൽ വളരെ സന്തോഷം. ഇവിടെ ബാലഗോപാലിനടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഞങ്ങളാ നടത്തിയിട്ടുണ്ടോ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. പക്ഷേ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ പ്രതികൾക്ക് നിയമസഹായം കൊടുക്കുന്ന നിങ്ങളാണ്, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന നിങ്ങളാണ്, ജയിലിൽ അവർക്ക് പരിരക്ഷ കൊടുക്കുന്ന നിങ്ങളാണ്. അപ്പോൾ ഇന്നലെ നടന്ന കൊലപാതകത്തിൽ ഇപ്പോൾ 7 പ്രതികളുണ്ടെന്ന് പറഞ്ഞു. അത് അറിയപ്പെടുന്ന മാർക്സിസ്റ്റുകാരാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ എന്താ പറഞ്ഞത്? മാത്രമല്ല, AK ബാലൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി കണ്ണൂർ പങ്കെടുത്ത സമാധാന യോഗത്തിൽ ഒരു അന്ത്യശാസനം കൊടുത്തു. ഇനി ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആരെയെങ്കിലും കൊന്നാൽ ആ കൊല്ലുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ തള്ളിപ്പറയണം. ഞങ്ങളുടെ പാർട്ടിയല്ല, അവരെ പുറത്താക്കണം. അവർക്കൊരു സഹായവും ചെയ്യില്ല. ശ്രീ ബാലന്റെ വാക്കുകൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നത്തെ CPM-ന്റെ പ്രതികരണത്തിൽ നിന്ന് കാണാൻ. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ഇന്ന് രാവിലെ മുതൽ വാർത്തകളിൽ ഇടം പിടിച്ച് നടത്തിയ പ്രതികരണം അതിനെ എം ടി രമേശ് തള്ളിയിരിക്കുകയാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി അകംപുറം കാണാം.